ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയിലെ പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം January 30 ആണ്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായി നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് 29 ആണ്. അതുപോലെ നമ്മുടെ ലൈൻമാൻ്റെ എക്സാം ഈ വരുന്ന ഡിസംബർ അടുത്ത ഞായറാഴ്ചയാണ് ലൈൻമാൻ്റെ എക്സാം. സോ അതിൻ്റെയും നമ്മൾ ലൈവായിട്ടുള്ള അൺഅക്കാഡമിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമിയിൽ നമ്മുടെ ലൈൻമാൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരാഴ്ച ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ ലൈവ് വരിക. നമ്മുടെ ടൈമിങ്സ് എല്ലാം തന്നെ നമ്മൾ കോമൺ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ആവുക. എല്ലാവരും ലൈവ് വരാൻ നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ കറൻ്റ് റണ്ണിങ് ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 8th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 2 ആരംഭം. ഓക്കെ. 1st ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ ന്യൂ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ എക്സാം CPO. 10th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ CEO എക്സാം. അതുപോലെ തന്നെ 9th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് A എക്സാം. ലക്ഷ്യത്തിൻ്റെ 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ 1 25th നവംബർ. 24th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത LDSA LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആരംഭം 100 ഡേയുടെ ബാച്ച്. അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. 100 questions in 75 minutes. 12th ലെവലിൻ്റെ പ്ലസ് ടെസ്റ്റ് ആണ്. ഇനി അടുത്ത് CEOയുടെ എക്സാം 11th ഡിസംബർ അത് കഴിഞ്ഞായിരുന്നു. ഇനി ഫയർമാൻ്റെ 18th ഡിസംബർ 6 PM അതുപോലെ തന്നെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫ് ഉണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഡെയിലി വരുന്ന 4-5 ക്ലാസ് ഉണ്ട്. നമുക്ക് ലൈവ് ക്ലാസ് അതിനും വരെ. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സിനും നമ്മൾ സ്പെഷ്യൽ ലൈവ് ക്ലാസ് രാത്രി കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ നമ്മുടെ നമ്മുടെ ടെലഗ്രാമിൻ്റെ പബ്ലിക് ഗ്രൂപ്പിലാണ് എല്ലാ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇരുന്നത്. സോ മാക്സിമം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ ലൈൻമാൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ആഴ്ച. അതിലും എല്ലാവരും വരിക. ഓക്കെ. അപ്പോൾ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്മൾ പമ്പ് ഓപ്പറേറ്റർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആ ഒരു മൊഡ്യൂൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എക്സാം. ഈ എക്സാംസിനെല്ലാം ആവശ്യമുള്ളതാണ്. നമുക്കതിൽ വരുന്ന ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും ഒരു മൊഡ്യൂളിൽ. അപ്പോൾ അതിൽ നമ്മൾ തിയറി ക്ലാസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ക്യാരി ഔട്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഇൻ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ടു ക്യാരി ഔട്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഇൻ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണോ, പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണോ, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ആണോ, പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണോ? ടു ക്യാരി ഔട്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഇൻ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ഏത് ഓപ്പറേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പാരലൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ട് of the last stage connected to the D input of the first stage. ഓക്കെ. ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്. ലാസ്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ഇൻപുട്ട് D ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൗണ്ടർ ആയിരിക്കും? ട്വിസ്റ്റഡ് റിംഗ് ആണോ, സിംഗനസ് ആണോ, അസിംഗനസ് ആണോ, അപ്പ് കൗണ്ടർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ A, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ആൻ 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ വിൽ ബി. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ടു കൺസ്ട്രക്ട് 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ വിൽ ബി. ഏതായിരിക്കും? 32, 16, 8, 4. ഇറ്റ് ഈസ് ഓപ്ഷൻ C, 8 ആണ്. ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ എന്താണ് പഠിച്ചു തിയറിയിൽ. അതിന് എന്തൊരു ക്യാപ്പബിലിറ്റി ഉണ്ട്? 1 bit സ്റ്റോർ 1 bit ആൻഡ് ഇഫ് അനദർ ബിറ്റ് ഈസ് ടു ബി സ്റ്റോർ ഇൻ സച്ച് സിറ്റുവേഷൻ ഇറ്റ് ഡിലീറ്റ്സ് ദ പ്രീവിയസ് ഡേറ്റ ആൻഡ് സ്റ്റോർ ദം. ഓക്കെ. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ക്യാപ്പബിലിറ്റി ഉണ്ട്? ഓരോ ബിറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അനദർ ബിറ്റ് സ്റ്റോർ ആണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള പ്രീവിയസ് ഡേറ്റ ഡിലീറ്റ് ചെയ്തിട്ടാണ് അടുത്തത് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ വരുന്നത്. അങ്ങനെ N ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമുക്ക് അങ്ങനെ N നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ഓരോ സിംഗിൾ ബിറ്റ് ഓഫ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് 8-bit രജിസ്റ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 only ആയിരിക്കും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ഡിലേ സർക്യൂട്ട് ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് എ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. താഴെ തന്നിരിക്കുന്ന യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നോട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത്, ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഇസ് ദ ക്യാപ്പബിലിറ്റി സ്റ്റോർ 1 bit ആൻഡ് ഇഫ് അനദർ ബിറ്റ് ഈസ് ടു സ്റ്റോർ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് വിൽ ഡിലീറ്റ്സ് ദ പ്രീവിയസ് ഡേറ്റ. ഡിലീറ്റ് ചെയ്തിട്ടാണ് അടുത്തത് സ്റ്റോർ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാം. നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് വെച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് എ ബൈ ഡയറക്ഷണൽ രജിസ്റ്റർ ഹൂസ് ഇൻപുട്ട് ക്യാൻ ബി ഐദർ ഇൻ സീരിയൽ ഫോം ഓർ ഇൻ പാരലൽ ഫോം. ഓക്കെ. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷൻ രജിസ്റ്റർ തന്നെയാണ്. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പം സീരിയൽ ഫോമോ ആവാം, പാരലൽ ഫോമോ ആവാം. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, കറക്റ്റാണ്.
ഓക്കെ, രണ്ടാമത്തെ നോക്കാം. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ജനറേറ്റ് ആൻ ഇൻറ്റർണൽ ക്ലോക്ക് ടു സിങ്കർണൈസ് ദി ഓപ്പറേഷൻസ്. ഓക്കെ, യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ജനറേറ്റ് എന്താണ് ആൻ ഇൻറ്റർണൽ ക്ലോക്ക് ടു സിങ്കർണൈസ് ദി ഓപ്പറേഷൻസ്. ഓക്കെ, അടുത്ത് നോക്കാം. വി നീഡ് n നമ്പർ ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് n നമ്പർ ഓഫ് മക്സ് ടു ഡിസൈൻ n ബിറ്റ് യൂണിവേഴ്സൽ രജിസ്റ്റേഴ്സ്. അത് ശരിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ നോക്കൂ. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഹാസ് എ ക്ലിയർ കൺട്രോൾ ദാറ്റ് ക്ലിയർസ് ദി കണ്ടന്റ് ഓഫ് ദി രജിസ്റ്റർ 0. ഓക്കെ, അതും ശരിയാണ്. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിന് ക്ലിയർ കണ്ടന്റ് എന്തെങ്കിലും 0 രജിസ്റ്ററിലുള്ളത് ക്ലിയർ ചെയ്യും, എന്നിട്ട് അടുത്തതിലോട്ട് പോകുന്നത് പറഞ്ഞു. രണ്ടാമത് നോക്കൂ. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ജനറേറ്റ് ആണ് ഇൻറ്റർണൽ ക്ലോക്ക് ടു സിങ്കർണൈസ് ദി ഓപ്പറേഷൻസ്. യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഇൻറ്റർണൽ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നില്ല, ഓപ്പറേഷൻസ് സിങ്കർണൈസ് ചെയ്യാൻ വേണ്ടി ഇൻറ്റർണൽ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കത് നമ്മൾ ചിലപ്പം ഫുൾ ഫോം ആയിട്ടൊക്കെ ചിലപ്പം ചോദിക്കും. മെയിൻലി 4 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. SI സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്. ചിലപ്പോൾ ഇത് ഫുൾ ഫോം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8 ബിറ്റ് രജിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പാണ്? ഓൾറെഡി പറഞ്ഞു, 8 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഷിഫ്റ്റ് രജിസ്റ്റർ ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് ഓഫ് ദി ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഏത് ഷിഫ്റ്റ് രജിസ്റ്റർ ആയിരിക്കും? ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും? നമ്മുടെ BCD കൗണ്ടറാണോ, പാരലൽ കൗണ്ടറാണോ, റിപ്പിൾ കൗണ്ടറാണോ, റിംഗ് കൗണ്ടറാണോ? ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, ഏത് കൗണ്ടർ ആയിരിക്കും? ഇറ്റ് ഈസ് റിംഗ് കൗണ്ടറാണ്, റിംഗ് കൗണ്ടർ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ എ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ജോൺസൺ കൗണ്ടർ. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ എ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതെങ്ങനെയെന്ന് പറയാം. ഒരു ജോൺസൺ കൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. മോഡിഫൈഡ് വേർഷൻ ഓഫ് റിംഗ് കൗണ്ടറാണ് ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത്. അവരുടെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ ഫിഗർ നോക്കൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് n ബിറ്റ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 2n ആണ്. ഓക്കെ, ടോട്ടൽ സ്റ്റേറ്റ്സിന് ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് 2 × n ആണ്. അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് 2n - 2n. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ എ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ജോൺസൺ കൗണ്ടർ. സ്റ്റേറ്റ്സ് കാണാനുള്ള ഫോമുല എന്താണ്? 2n ആണ്. അത് ഓർത്ത് വയ്ക്കുക, 2n. n ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞു? 3. അപ്പോൾ n 3 ആണ്. അപ്പോൾ സ്റ്റേറ്റ്സ് കാണാൻ വേണ്ടി 2 × 3 6. അങ്ങനെയാണ് 6 കിട്ടുന്നത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ഗേറ്റ് XOR ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണ്? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹാഫ് ആർഡർ ഫുൾ ആർഡർ നമ്മൾ തിയറിയിൽ പഠിച്ചു. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹാഫ് ആർഡർ ഈസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് അക്സെപ്റ്റ് ഡാഷ് സിംഗിൾ ബിറ്റ് ഇൻപുട്ട്സ്. ഹാഫ് ആർഡർ ഒരു ലോജിക് സർക്യൂട്ടാണ് ദാറ്റ് അക്സെപ്റ്റ് ഏത് സിംഗിൾ ബിറ്റ് ഇൻപുട്ട്സ് ആണ്? ഇറ്റ് അക്സെപ്റ്റ് 2 സിംഗിൾ ബിറ്റ് ഇൻപുട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ വളരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈവ് എല്ലാവരും വരിക. മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.